ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. മിശിഹായിൽ എത്രയും ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, വാർഡ് സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കാരിസ് ഭവൻ കർത്താവിൻ്റെ കാരിസം, സ്നേഹത്തിൻ്റെ ആ വലിയ വരം ഇവിടെ വന്ന് ഈ വചന കൂടാരത്തിലായിരിക്കും നിങ്ങൾക്കൊക്കെ കടന്നു പോകുമ്പോൾ കൊട്ടക്കണക്കിന് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ കൺവെൻഷൻ നമ്മളിവിടെ വെക്കുമ്പോൾ എന്തിനാണ് കൺവെൻഷൻ വെച്ചിട്ടുള്ളതെന്ന് നമ്മൾ ചോദിച്ചാൽ അപ്പം എന്താ പറയാ, കൺവെൻഷൻ ഇപ്പം എന്തിനിപ്പോൾ ഇവിടെ കൺവെൻഷൻ വെച്ചിട്ടുള്ളതെന്ന് എന്തിനാ വെച്ചിട്ടുള്ളത്? അവിടെ ഇരിക്കട്ടെ. നിങ്ങളിപ്പോൾ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചാൽ എന്തിനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളേ? അല്ല, അതോടെ ഇരിക്കട്ടെ. നിങ്ങളിപ്പോൾ എന്തിനിപ്പോൾ ഒരു വീടൊക്കെ പണിതിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അതിനുത്തരമുണ്ട്, എല്ലാത്തിനും ഉത്തരമുണ്ട്. കുട്ടികൾ എന്തിനെങ്ങനെ പഠിപ്പിക്കണേ? അതിനുത്തരമുണ്ട്. കാലത്തിപ്പോൾ എന്തിനാ എഴുന്നേറ്റേ? അതിനുത്തരമുണ്ടല്ലോ. എന്തിപ്പോൾ കിടന്നുറങ്ങണേ? അതിനുത്തരമുണ്ട്. അപ്പൊ ഒരു ചോദ്യം, ദൈവം എന്തിനിപ്പോ നമ്മളെ സൃഷ്ടിച്ചേ? അല്ല, ഇപ്പൊ എന്തിനിപ്പോ സൃഷ്ടിച്ചേ? അതൊരു ചോദ്യല്ലേ? എന്തിനാണ് പ്രിയമുള്ളവരെ ദൈവം നമ്മളെ സൃഷ്ടിച്ചത്? അവിടെയാണ് നമുക്ക് അറിവില്ലാതെ. അല്ല, ഇപ്പൊ എന്തിനപ്പോ സൃഷ്ടിച്ചത് തന്നെ ഞാനും ചോദിക്കണേ. മനുഷ്യന് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് എന്തിനെന്നെ ദൈവം സൃഷ്ടിച്ച എന്ന് ചോദിക്കണ കുറെ ആൾക്കാർ ഇപ്പോ നമ്മുടെ ഇടയിലുണ്ട്. എന്തിനാ ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചെന്ന്? ജോബ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവം സൃഷ്ടിച്ചു ജോബിന്. സർവ്വസുഖങ്ങളും സൗകര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞിങ്ങനെ ജീവിക്കുന്ന സമയത്താണ് ജീവിതത്തിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ ദൈവം അനുവദിച്ചപ്പോ ഒന്നൊന്നൊന്നായിട്ട് കഴിയുന്നതൊക്കെ ചെറിയ 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 സംഭവമൊക്കെ പോയി. അവസാനം കുഷ്ഠമായി, ശരീരത്തിലൊക്കെ പുഴു, പുഴു. ഭാര്യ പറഞ്ഞത് എന്തുട്ട് പുഴുത്ത് സാധനം കിടക്കണത്? എന്നിട്ടും കിടന്നിട്ട് കർത്താവേ ദൈവമേ ദൈവമേ എന്ന് സ്തുതിക്കുകയാണോ? പുഴുത്ത് നാറിയിട്ടുണ്ടല്ലോ എന്ന് ഭാര്യ ചോദിച്ചു. ദൈവത്തെ ശാപിച്ചു വിടു, എന്നിട്ട് പോയി തൂങ്ങിച്ചാവ് എന്നാ പറഞ്ഞു. അരേ ജോബിന്റെ ഭാര്യ. ജോബ് പറഞ്ഞതേ, നിന്നെ കണ്ടിട്ടല്ല ഞാൻ ജീവിക്കണേ. അല്ലേ, നിന്റെ വിചാരം നിന്നെ കണ്ടിട്ടാണ് ഞാൻ ജീവിക്കണേ? നിന്നെ കണ്ടിട്ട് ഏത് നിന്നെ? ആരെ? അല്ല, നിന്നെ ആരെ? എൻ്റെ ഭാര്യ നിന്നെ കണ്ടിട്ടല്ലേ ഞാൻ ജീവിക്കണേ? അതെ, നിന്നെ കണ്ടിട്ടല്ല മോനെ മോളെ ഞാൻ ജീവിക്കണത്. ദൈവം എനിക്ക് തന്നു, മനസ്സിലായ? നീ തന്നല്ല, ദൈവം ഇഷ്ടമുള്ളപ്പോ എടുക്കും, എടുത്തോട്ടെ. ദൈവം തന്നു, ബാക്കി പറഞ്ഞേ, അത്രയുള്ള. ഇങ്ങനെയൊന്നൊരു 10-25 പ്രാവശ്യം ദിവസത്തിൽ അങ്ങോട്ട് പറഞ്ഞാൽ മതി. കാലത്ത് എഴുന്നേൽക്കുമ്പോ ദൈവം തന്നു, ദൈവം എടുത്തോട്ടെ, ഓക്കെ. ഉച്ചക്ക് ഊണ് കഴിഞ്ഞ് കഴിയുമ്പോൾ ദൈവം തന്നു, ഓക്കെ, ദൈവം എടുത്തോട്ടെ, ഓക്കെ. രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോ ദൈവം തന്നു, ഓക്കെ, ദൈവം എടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ നോക്കിയേ, സംഭവം കൺവെൻഷൻ സക്സസ്. അങ്ങനെ ദൈവം തന്നു, ഓക്കെ, എടുത്തോട്ടെ എന്ന് പറയാൻ ശരിയാവില്ല. തന്നു, ഒക്കെ തന്നു, തൊട്ടു ഒരു തിനി, അങ്ങനെയാണ്, എടുക്കാൻ പറ്റില്ല. ഇതാണ് ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ. 33-ാമത്തെ ജോബിന്റെ പുസ്തകം 4-ാമത്തെ വചനം പറയുന്നു, ദൈവത്തിന്റെ ചൈതന്യം എന്നെ സൃഷ്ടിച്ചു. അപ്പന്റെ ചൈതന്യം അല്ല കേട്ടോ, അമ്മയുടെ ചൈതന്യം അല്ല, ദൈവത്തിന്റെ ചൈതന്യം എന്നെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ചൈതന്യം, ദൈവത്തിന്റെ ജീവൻ. തൊട്ട വചനം പറയുന്നു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ അങ്ങോട്ട് തന്നു. വേറെ ആരും തന്നതല്ല. ജീവിതത്തിൽ പലരും പലതും തരുന്നുണ്ട്. അത് തരാൻ നിനക്ക്, ഇത് തരാൻ നിനക്ക്, അത് തന്നത് ഞാനല്ലേ, ഇത് തന്നത് ഞാനല്ലേ, ഒക്കെ ഉണ്ട്. കുറെ ആൾക്കാരുണ്ട്, തന്നൊരു കുറെ പേരുണ്ട്. പക്ഷേ
എനിക്ക് ശ്വാസം തന്നത് അതാരല്ലോ, അല്ല, ആ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് നിനക്ക് ഈ ശ്വാസം തരുമ്പോ? പ്രിയമുള്ളവരെ, എന്തിന് ദൈവം എന്നെ സൃഷ്ടിച്ചു? അതിന് ഉത്തരം കാണണം നമ്മള്. ആദം അവനെ ദൈവം സൃഷ്ടിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞേ? സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കണം കേട്ടോ. അതിനല്ലേ പറഞ്ഞേ? അല്ലാണ്ട് നിങ്ങൾ കല്യാണം കഴിഞ്ഞ് മകളോട്, കല്യാണം കഴിഞ്ഞ് മോളെ പറഞ്ഞിരിക്കുമ്പോ, മോളെ പോയി കുറെ കഷ്ടപ്പെടറി, കുറെ ദുഃഖവും ദുരിതവും വേദനയും രോഗമൊക്കെ നിനക്ക് ഉണ്ടാവട്ടെ, സമാധാനമായിട്ടില്ലാണ്ട് ജീവിക്കട്ടെ എന്നല്ലല്ലേ പറഞ്ഞേ? മോളെ നിനക്ക് സമാധാനമായിട്ട് ജീവിക്കണം, അവിടെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടിട്ടാ, കുഴപ്പമുണ്ടാവില്ല കേട്ടാ, നല്ല. അങ്ങനെ ദൈവം ആദ്യം ഹവ്വയെ സൃഷ്ടിച്ചിട്ട് വിട്ടപ്പോ ഒരു പ്രശ്നം അവർക്കുണ്ടായിരുന്നില്ല. സമാധാനക്കേടില്ല. സന്തോഷം 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 എന്ന് പറഞ്ഞിട്ട് മാത്രം ഇങ്ങനെ ആദ്യം ഹവ്വ ഇങ്ങനെ നടക്കായിരുന്നു. ഒന്നിനെ കുറിച്ച് അവർക്ക് വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം ഒന്നും വേണ്ട. വസ്ത്രം ഇല്ലല്ലോ, അവില്ല. പാർപ്പിടം ഇല്ലല്ലോ, ഇല്ല. ഭക്ഷണം ഏത് വേണമെങ്കിൽ കഴിക്കാം. അപ്പൊ പാർപ്പിടത്തിന്റെ ബുദ്ധിമുട്ടില്ല, ഭക്ഷണത്തിന്റെ ബുദ്ധിമുട്ടില്ല, വസ്ത്രത്തിന്റെ ബുദ്ധിമുട്ടില്ല, മൊബൈൽ ഫോണിന്റെ ബുദ്ധിമുട്ട് അതുണ്ടായിരുന്നില്ല എന്നും. ഇങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ആദവും ഹവ്വയും. അതവിടെ ഇരിക്കട്ടെ, നിങ്ങളും കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ദിവസം ബൊക്കൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ചിരിച്ച് മടുത്ത് വീട്ടിൽ പോയ ദിവസമൊക്കെ നിങ്ങൾക്ക് വല്ല പ്രയാസം ഉണ്ടായിരുന്ന? എന്തൊരു സന്തോഷമായിട്ടാ പോയത്. പിന്നെ എന്താ പറ്റിയ? ആ പറ്റിയോടത്തുനിന്നാണ് തുടങ്ങേണ്ടത്. ആദ്യം ഹവ്വയ്ക്കും സന്തോഷമായിട്ട് ജീവിക്കാനാണ് ദൈവം ഈ ലോകം കൊടുത്തത്. ഇതൊക്കെ നിന്റെ കേട്ടോ. ആരുടെ? ഈ കാണുന്നതൊക്കെ നിന്റെയാണ്. എന്റെ അമ്മ, ഇതൊക്കെ ഇന്ത്യയാണ്. അതേന്ന് നിങ്ങളെല്ലാം കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടിൽ ചെന്നപ്പോ, ഇത് നമ്മുടെ പറമ്പാണോ? അതെ, നമ്മുടെ പറമ്പ്. ആ പറമ്പിന്റെ അതിർത്തി അവിടെ വരും, നമ്മുടെ പറമ്പാണ്. ഓക്കെ. ആദ്യമായിട്ടല്ല നീ ചെല്ലണ ത്രേസ്യാമേ, നിനക്ക് ഭർത്താവിന്റെ വീടിന്റെ അതിർത്തി അറിയോ? പറമ്പിന്റെ വല്ല കിടപ്പറിയോ? അപ്പൊ ഓരോന്നും ഒന്ന് കാണിച്ചിട്ട്, ത്രേസ്യാമേ ഇത് നമ്മുടെയാണ് കേട്ടോ, ഇത് നമ്മുടെയാണ് കേട്ടോ. ആണോ? നമ്മുടെയാണെന്ന് പറയുമ്പോഴൊക്കെ അത് അവളുടെയും കൂടി ആവാണ്. മനസ്സിലായത്? ഭർത്താവിന്റെ അവളുടെ ഒക്കെ അവളുടെ അല്ലേ? അങ്ങനെ ലോകം മുഴുവൻ ദൈവം മനുഷ്യന് കൊടുത്തു. പിന്നെന്തൊട്ട് നിനക്ക് വിഷമം ഉണ്ടായേ? പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതേ, നമുക്ക് ലോകം മുഴുവൻ നേടിയാലെന്ന് പറഞ്ഞില്ലേ ഒരു വചനല്ലേ? അതാണ് കാര്യം. നമ്മുടെ വിചാരം ഇങ്ങട് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ഇങ്ങോട്ട് കിട്ടുമ്പോ സുഖം ഉണ്ടാവുന്നുള്ള, അതിലല്ല സുഖം. അതാണ് ജോബ് പറഞ്ഞത്, ദൈവം തന്നു ദൈവം എടുത്തു അതില് സുഖണെന്ന്. ദൈവം തന്നു ദൈവം എടുത്തോട്ടോ, അതിലിപ്പോ നമുക്ക് വിഷമിരിക്കണ. ദൈവം തന്നല്ല ദൈവം എടുക്കണേ, അല്ലാണ്ട് നീ ഉണ്ടാക്കിയതൊന്നല്ലോ. അല്ലല്ല, അങ്ങനെയല്ല. ദൈവം തന്നത് ദൈവം എടുക്കണേലും നിനക്ക് എന്താ വിഷമം? അല്ല വിഷമില്ല, പിന്നത്തെ വിഷമാവും. അല്ല വിഷമില്ല, അപ്പൊ സമാധാനമായില്ലേ? പിന്നെ സമാധാനമായി. അത്രയുള്ളോ. നമുക്ക് ദൈവം തന്നതല്ല എന്നൊരു വിചാരം വരികയാണ്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി. ഏത് കഷ്ടപ്പെട്ടുണ്ടാക്കിയത്? പ്രിയമുള്ളവരെ, ദൈവം തന്നതാണ് ഈ ജീവിതം, സന്തോഷത്തോടെ ജീവിക്കാനായിട്ട്. എന്നിട്ട് ആദ്യ ഹവ്വയ്ക്ക് എന്താ പറ്റിയ? എപ്പോഴാണ് ഈ സന്തോഷം പോയത്? പ്രിയമുള്ള കൺവെൻഷൻ വന്നിരിക്കുന്നത് നിങ്ങളൊക്കെ നിങ്ങളുടെ മുഖത്തേക്കൊക്കെ നോക്കുമ്പോ, അല്ല നിങ്ങൾ കുറെ കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്കൊക്കെ നോക്കുമ്പോ സന്തോഷം ഇവിടെ ഉണ്ടോ? ഏതല്ല സന്തോഷമല്ല, അത് സന്തോഷം. ഇത് സന്തോഷം വീട്ടിലുണ്ടാ? ഇല്ല. എന്ത് പറ്റി? ആ പറ്റിയോടത്താണ് പ്രിയമുള്ളവരെ തമ്പുരാൻ വന്നത്. ഇതാണ് പറ്റിയേട്ടാ. എന്താ പറ്റിയ പ്രിയമുള്ളവരെ? ആദ്യം ഹവ്വയും സന്തോഷമായിട്ട് അങ്ങനെ ജീവിക്കണമെന്ന്. ഒരു ദിവസം ആദേട്ടൻ വീട്ടിലേക്ക് വരുമ്പോ ഹവ്വേച്ചിയുടെ കയ്യിലൊരു സാധനം. അപ്പൊ ആദേട്ടൻ ചോദിച്ചു, ഇതെന്ത്? ഇത് പഴം. ഇതല്ല തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞ പഴം. അതൊന്നും കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ലാന്ന്. ഇതല്ല തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ എന്താ പറിച്ച് കൈ പിടിച്ചിരിക്കണേ? ആ കുഴപ്പമില്ല. ഏത് കുഴപ്പമില്ലെന്ന്? അത് തിന്നാൻ പാടില്ല. കുഴപ്പമില്ലാന്ന്. എന്ത് കുഴപ്പമില്ല? ഞാൻ തിന്ന. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഭർത്താവ് വീട്ടിലുണ്ടെന്ന് നിനക്കൊന്ന് ആലോചിക്കായിരുന്നില്ലേ? ഇങ്ങനെ വല്ലയിടത്തും വല്ല വീട്ടിലും പറയണത് നിങ്ങൾ കേട്ടിട്ടുണ്ടാ? പർദീസായിലല്ല, ഇങ്ങനെ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞ ഒരാൾ ഈ വീട്ടിലുണ്ടല്ലോ, നിനക്കൊരു വാക്ക് ചോദിക്കായിരുന്നോ? ഏത്? അല്ല, അങ്ങനെയും ചോദിക്കാലോ വീട്ടിലെ. ഒരു വാക്ക് നിനക്ക് ചോദിക്ക. തിന്നും കഴിഞ്ഞിട്ട് നിൽക്ക് നീ. ആദം പറഞ്ഞു, ഞാനില്ലേ പണിക്ക്. ആദേട്ടൻ നല്ല മനുഷ്യനായിരുന്നു.
അയാള് പറഞ്ഞേ തിന്നരുന്ന് പറഞ്ഞിട്ട് തിന്നണ പ്രശ്നമില്ല. അപ്പോ ഹൗവച്ചി കുഴപ്പമില്ലെന്ന് പറഞ്ഞു, ഞാൻ തിന്നു. നിന്നോട് ആരെ തിന്നാൻ പറഞ്ഞേ? തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടല്ല. അതുവരെ വല്ല വഴക്കുണ്ടായിരുന്ന അതുവരെ കംപ്ലീറ്റ് സന്തോഷമായിരുന്നു. സംഭവം തെറ്റിയില്ലേ? അപ്പത്തൊട്ട് വഴക്കൾ തുടങ്ങി. നിന്നോട് ആര് ഞാൻ തിന്നു, ഇനിയിപ്പോ അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കണ്ട. തിന്നോ? ഞാനില്ല. ഏത് ഞാനില്ല നിന്നോട് കൂടെ? അങ്ങനെ പറയല്ലേ, തിന്ന്. അതിന് എന്നെ കൊണ്ട് തിന്നിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ തിന്നില്ല. തിന്നു മനുഷ്യ, തിന്നില്ല എന്ന് പറയില്ലേ? തിന്നോ? എന്താ തിന്നില്ലെങ്കിൽ ഞാൻ സ്നേഹിക്കില്ല. ഷോ, എന്തൊട്ട് നിങ്ങൾ വിചാരിക്കണേ? ഹവ്വ സ്നേഹിച്ചില്ലെങ്കിൽ ആദത്തിന്റെ അവസ്ഥ എന്താ ആലോചിക്കും നിങ്ങള്? നിങ്ങൾക്ക് വിഷമൊന്നും തോന്നണില്ല. നിങ്ങളിപ്പോ നിങ്ങളുടെ ഭർത്താവ് ഭാര്യ പറയണ് ഞാൻ നിന്നെ സ്നേഹിക്കില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുഴപ്പമില്ല. എന്തേ? അപ്പുറത്ത് വീട്ടിൽ റോസിലെങ്കിലും ഉണ്ടല്ലോ. പണ്ടത്തെ കാര്യം എന്തെന്ന്? ആകെ കൂടി ഒരു പെണ്ണുള്ളോ? ആരാ? ഹവ്വ. ഇവള് സ്നേഹിച്ചില്ലേ പിന്നെ എന്ത് ചെയ്യും? അത് നമുക്ക് ആലോചിക്കണ്ടേ? അങ്ങനെ പറയരുത്. അങ്ങനെ തിന്നു മനുഷ്യ. അവസാനം ആ മനുഷ്യനോട് വായിലോട് തിന്നെ അല്ലാതെ തിന്നാ വേണ്ട. അങ്ങനെ വായിൽ കുത്തിക്കേട്ട് അവസാനം അത് വായിലേക്ക് കടിച്ചു ആദം. അപ്പോ അവർ അല്ലാതെ ഇറക്കാൻ സംഭവം കൂടെ ഇറക്കണോടുകൂടി ആദത്തിന് മനസ്സിലായി പ്രശ്നമാണ് മോനെ. ചാടി ഒറ്റപ്പെടുത്തണ് കഴുത്തിലേ. ആദം അതാണ് ഈ സാധനം, ആഡംസ് ആപ്പിൾ ധരിക്കുന്നത്. കണ്ട ചേച്ചിമാര് തപ്പണ്ട, അത് തൈറോയിഡ്. പ്രിയമുള്ളവരെ, വെറുതെ തമാശ പറയല്ല. നമ്മുടെ ജീവിതത്തില് ജനിക്കുമ്പോ നമുക്ക് യാതൊരു സങ്കടവും ഇല്ല മോനെ. ഉണ്ടാ? ജനിച്ചു വീഴുമ്പോ ടെൻഷനായി വന്നിട്ടുള്ള വല്ല കുട്ടികളുണ്ടെങ്കിൽ കൈബന്ധിക്കൂ? ആരുമില്ലേ? പിന്നെ എന്തപ്പോ ഉണ്ടായേ? നീ ജീവിച്ചു വരും തോറും ദൈവം നിനക്ക് തരാൻ ആഗ്രഹിച്ച സന്തോഷം, പ്രിയമുള്ളവരെ, സന്തോഷത്തിന്റെ ഉറവിടം ദൈവമാണ്. ദൈവത്തെ മറന്നാൽ സന്തോഷം പോകും. ഇവിടെ ഈ പരദീസായിലെ ആദവും ഹവ്വയും തമ്മിലുള്ള സന്തോഷം പോയത് ദൈവത്തിന്റെ വാക്കിനെ, വചനത്തെ മറന്നപ്പോൾ ആ കുടുംബത്തിലെ സന്തോഷം പോയി. പിന്നെ എങ്ങനെ സന്തോഷം ഉണ്ടാവുക? അതോടുകൂടെ ഭയങ്കര നാണായി, പേടിയായി, ആകെ പ്രശ്നങ്ങളായി. അവസാനം ആദത്തിന്റെ ഹവ്വയുടെ ജീവിതം എത്രമാത്രം ദുരിതങ്ങളിലേക്ക് പോയി എന്ന് നിങ്ങൾ ആലോചിക്കേ. ഒരു കുട്ടിയുണ്ടായി. കുട്ടിയുടെ പേരെന്താ? കുട്ടിയുടെ പേരെന്താ? പറ. കായല്. നല്ല മോനല്ലേ മോൻ. രണ്ടാമത്തെ കുട്ടി ഉണ്ടായി. കുട്ടിയുടെ പേരെന്താ? ആബേല്. ഒരു ദിവസം ആബേല് വന്നിട്ട്, അമ്മ ഈ ചേട്ടൻ എന്നെ ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് പേടിയാവണു. എന്തിനാ അങ്ങനെ നോക്കണേ? ആബേല് വല്ല തെറ്റും ചെയ്താ? ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാലും ആ കായലിന്റെ ഒരു നോട്ടം, ഒരു സുഖമുള്ള നോട്ടല്ല കേട്ടോ. എന്തിട്ട് നോട്ടം എന്നെ നോക്കണം, എനിക്ക് പേടിയാവണൂട്ടാ. ഒരു ദിവസം തല്ലിയ വന്നു. എങ്ങനെയുണ്ട് ആദേട്ടാ? സമാധാനായ? കല്യാണം കഴിഞ്ഞു, ഭാര്യ വന്നു, കുട്ടികളുണ്ടായി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പോ ഒരു സമാധാനമില്ല. ഒരു സമാധാനമില്ല. സ്വന്തം മോനെ മൂത്ത മോൻ തല്ലിയ കൊന്നു. നിങ്ങൾ പറ, ആദത്തിന്റെ ഹവ്വയുടെ ജീവിതത്തിലെ സന്തോഷം എങ്ങനെ ഉണ്ടാകും? മാതാപിതാക്കളെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചവൻ സന്തോഷത്തോടെ ജീവിക്കാനാണ്. നിങ്ങളെ വിവാഹ ജീവിതത്തിലേക്ക് നയിച്ച് കുടുംബത്തെ തന്നത് ആരോഗ്യം, അറിവ്, ജോലി, കഴിവ്, ഗൾഫിൽ പോവാൻ കാശ്, സൗകര്യം, കുട്ടിക്ക് അറിവ്, ബുദ്ധി, വീട് ഒക്കെ തന്നത് സന്തോഷമായിട്ട് ജീവിക്കാനാണ്. അതുണ്ട് മോനെ? അതില്ല. എന്തിനാ പ്രിയമുള്ളവർ ഈ കൺവെൻഷൻ? എന്തിനാണ് നമ്മൾ വീട് വെക്കുന്നത്? എന്തിനാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്? എല്ലാം സന്തോഷത്തോടെ ജീവിക്കാൻ. ആ സന്തോഷം ഇന്ന് ഇല്ല പ്രിയമുള്ളവരെ. അതിൻ്റെ കാരണം എന്താണ്? സഭാപ്രസംഗ എന്റെ പുസ്തകത്തിലെ ഒരു വചനം അച്ഛൻ വായിക്കാം. 12-ാം അധ്യായം 1-ാമത്തെ വചനം. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദിനങ്ങളും വർഷങ്ങളും
ആഗമിക്കുന്നതിന് മുമ്പ് യൗവനകാലത്ത് നീ സ്രഷ്ടാവിനെ സ്മരിച്ചു കൊള്ളുക. ഏത് കാലത്ത്? ഏത് കാലത്ത്? യൗവനകാലത്ത്. ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഭർത്താവ് മരിച്ചപ്പോഴാണ് ഞാൻ കർത്താവിനെ ഓർക്കാൻ തുടങ്ങിയത്. ആര് മരിച്ചപ്പോ? ഭർത്താവ് മരിച്ചപ്പോ ഇനി കർത്താവ് എന്നായിരുന്നു. അല്ല പ്രിയമുള്ളവരെ, നിന്റെ യൗവനകാലത്ത് നീ നിന്റെ സ്രഷ്ടാവിനെ സ്മരിച്ചുവോ? ഇന്ന് നിനക്ക് ദുർദിനങ്ങൾ, ഒന്നിനും സന്തോഷമില്ല. ഞാൻ ഈ വീട് വിസിറ്റിനൊക്കെ പോകുമ്പോ പ്രായം ചെന്ന അപ്പാപ്പന്മാരൊക്കെ വീടിന് മുമ്പിൽ ഇരിപ്പുണ്ടാവും. കയറി വരണോടത്ത് എന്തുണ്ട് അന്തോണിയേട്ടാ വിശേഷം? അപ്പൊ അന്തോണിയേട്ടൻ പറയും, കൊതിയാവണച്ചോ, ഈ 88 വയസ്സിൽ തനിക്ക് എന്തിന്റെ കൊതിയുണ്ടോ അന്തോണിയേട്ടാ? എനിക്ക് അവളുടെ കൂടെ ഇരിക്കാൻ കൊതിയാവണ്. ആരുടെ കൂടെ? എന്റെ ഭാര്യയുടെ കൂടെ. ഇരുന്നൂടെ അങ്ങട് പറ്റില്ല അച്ചോ. എന്താ പിരുന്നാല്? അവള് മൂത്ത മോന്റെ കൂടെ, ഞാൻ താഴെയുള്ള മോന്റെ കൂടെ. ആശോ. അപ്പൊ എനിക്ക് മറ്റേ പാട്ട് ഓർമ്മ വരും. എന്തെന്ന്? തൊട്ടുരുമിക്ക് ഇരിക്കാൻ കൊതിയായി. തൊട്ട് മാതാപിതാക്കളെ, സന്തോഷം എവിടെ പോയി? ജീവിതത്തിൽ ദൈവം നമുക്ക് തന്ന സന്തോഷം നഷ്ടപ്പെട്ടു പോയി. യൗവനകാലത്ത് നിന്റെ സ്രഷ്ടാവിനെ നീ സ്മരിച്ചുവോ? അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, കുട്ടികളുണ്ടല്ല, കുട്ടികളൊക്കെ നല്ല യൗവനകാലത്ത് തമ്പുരാനോട് ചേർത്ത് നിർത്തിക്കോട്ടെ. ഒരു ഇടവകയില് ഇരിക്കുമ്പോണ്ടല്ല, പുതിയൊരു മോള് വന്നതാണ്, മരുമോള്. ആ മരുമോള് ഞായറാഴ്ച പോലും കുർബാനയ്ക്ക് പറയുന്നത് അല്ല, അവൾക്ക് ജോലി ഉണ്ടച്ചാന്ന്. ആരാ പറയണേ? അമ്മായിമ്മ. കെട്ടിക്കൊണ്ടുവന്ന മരുമകള് ഞായറാഴ്ച ജോലിക്ക് പോകുമ്പോ അന്ന് കുർബാനയ്ക്ക് പോലും അവള് വരുന്നില്ല. അമ്മായിമ്മ അതിന് അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുക, അവൾക്ക് ജോലി ഉണ്ടോ. ആയിക്കോട്ടെ. യൗവനകാലത്ത് നീ നിന്റെ സ്രഷ്ടാവിനെ സ്മരിക്കുന്നില്ല. എൻ്റെ ഇടവിൽ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു ഹീറോ ഹോണ്ട വണ്ടിയായിട്ട് എൻ്റെ അടുത്ത് വന്നു. ഒന്ന് വെഞ്ചിരിക്കണം അച്ഛൻ തോന്നുന്നു. ഞാൻ പറഞ്ഞു, വെഞ്ചിരിക്കാലോ. അങ്ങനെ ഞാൻ അകത്ത് പോയി വെഞ്ചിരിപ്പിന്റെ ഒരാളൊക്കെ എടുത്തോണെന്ന് വെഞ്ചിരിക്കുന്നപ്പോ അവനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, നിന്നെ നീ ഏതണ്ട, ഞാൻ നിന്നെ കണ്ടിട്ടില്ല. ഞാൻ ഈ ഇടവക്കാരനാണ് അച്ചോ. ആണോ? ഞാൻ 3 വർഷമായി ഇടവകയിൽ വന്നിട്ട് മോനെ, ഇന്ന് വരെ നിന്നെ ഞാൻ കണ്ടിട്ടില്ല. കുഴപ്പമില്ല. അല്ല അച്ചോ, ഞാൻ കുടുംബക്കാട് പോയി നടന്നു. കുടുംബക്കാട് മിണ്ടാട് നോടുന്നു. ഒരു വണ്ടി വെഞ്ചിരിക്കുന്ന കുടുംബക്കാടൊക്കെ അങ്ങനെ ഡിമാൻഡ് ചെയ്യാന്ന് പറഞ്ഞ ശരിയുള്ള കാര്യം. നീ എവിടെ അച്ഛൻ? നമുക്ക് വെഞ്ചിരിക്കാം. അങ്ങനെ വെഞ്ചിരിപ്പ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, അച്ഛൻ എന്താ കാശേ? വയറവിടുന്ന് കാശൊന്നും വേണ്ട. പിന്നെ കാശേ, ഞാൻ നിനക്കൊരു കവർ അങ്കട തരാം. എനിക്കോ? അതേടാ, ഒരു കവറാ തരാം. അങ്ങനെ ഞാനൊരു കവറ് അകത്ത് പോയി ലെറ്റർ പേഡിൽ 2-3 വരികൾ എഴുതി മടക്കി കവറിൽ ഒട്ടിച്ച്. എന്തുട്ടാ അച്ഛാ? വീട്ടിൽ പോയിട്ട് തുറന്നു വായിക്കരാ. അല്ല എന്താണ്? പോടാ, നീ വീട്ടിൽ പോയിട്ട് തുറന്നു വായിക്കേ. ചക്കൻ നേരെ വീട്ടിലെത്തി. ചാടി ഇറങ്ങി അവൻ കവർ പൊട്ടിച്ചു. എന്തുട്ടപ്പ ഈ അച്ഛൻ ഈ കവറിൽ ഇട്ടത് നല്ലത്? ലെറ്റർ പേഡിൽ എഴുതിയിട്ടുണ്ട് ഞാൻ, പ്രിയ ചെറുപ്പക്കാര, താങ്കളുടെ ആവശ്യപ്രകാരം ഹീറോ ഹോണ്ട വണ്ടി ഞാൻ വെഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ വെഞ്ചരിച്ച വണ്ടി ഒരു കാലത്തും ഇടുക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. മനസ്സിലായിട്ടോ? ഞാൻ വെഞ്ചരിച്ച വണ്ടി ഒരു കാലത്തും അപകടത്തിൽ പെടില്ല, വണ്ടി ഇടിക്കില്ല. പക്ഷേ വെഞ്ചരിക്കാത്ത നീ, ഞാൻ വെഞ്ചരിച്ച വണ്ടിമേ കയറിയിരുന്ന് പോയി ബെല്ലോടത്ത് വണ്ടി ഇടിച്ചാൽ അതിൻ്റെ കുറ്റം പറഞ്ഞിട്ടും ഇങ്ങോട്ട് വരരുത്. നിന്നെ ഞാൻ വെഞ്ചരിച്ചിട്ടില്ല, വണ്ടി മാത്രമേ ഞാൻ വെഞ്ചരിച്ചിട്ടുള്ളൂ. മനസ്സിലായിട്ടുണ്ട്? അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, യൗവനകാലത്ത് മാതാപിതാക്കൾ, ഇവിടെ ഉണ്ട്, നിങ്ങൾ നോക്കി എത്ര ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. വരാറായിട്ടില്ല അച്ചോ. ഇല്ലേ? ഇല്ല. ഒരു പള്ളി തീ പിടിച്ചുവിട്ടെ. ഒരു പള്ളി തീ പിടിച്ചപ്പോ എല്ലാവരും, ഈ പള്ളി തീ പിടിച്ച് എല്ലാവരും ഓടി വരും. എല്ലാവരും ഓടി ഒന്ന് കെടുത്താനുള്ള പരിശ്രമം. വാഴവെട്ടല്, അത് പള്ളി തീ പിടിക്കുമ്പോഴല്ലോ വാഴ വെട്ട കംപ്ലീറ്റ് ഭയങ്കര ഉത്സാഹങ്ങൾ. അപ്പൊ അച്ഛൻ ഇങ്ങനെ നോക്കിയപ്പോ ഒരു ചെറുപ്പക്കാരൻ ഭയങ്കര ഉത്സാഹമായിട്ട് കാണും. അപ്പൊ അതെല്ലാം കഴിഞ്ഞപ്പോ അച്ഛൻ അവനോട് ചൊല്ലും, നീ ഭയങ്കരമായിട്ടാണ്. എന്താ? നീ ഭയങ്കര ഉത്സാഹമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിന്നെ. നീ എവിടെയായിരുന്നരാ? ഞാൻ ഈ ഇടവക്കാരനടച്ചോ. അപ്പൊ നിന്നെ എന്താണ്ട് ഇതുവരെ കാണാത്തത്? അതിന് പള്ളി തീ പിടിക്കണ്ടച്ചോ, എനിക്ക് വരാൻ. ശരി, പള്ളി തീ പിടിക്കുമ്പോ വരണ ആൾക്കാരുണ്ട്. പ്രിയമുള്ളവരെ, എന്താ അച്ഛൻ വായിച്ചത്? എനിക്കിപ്പോ ഒന്നിലും സന്തോഷം തോന്നണില്ല.
അനേകം പേരുടെ സ്ഥിതി അതാ. ഒരു സുഖമില്ല, ഒരു സുഖമില്ല. ഭാര്യയുണ്ട്, മക്കളുണ്ട്, ജോലിയുണ്ട്, കാശുണ്ട്, ഭക്ഷണമുണ്ട്, പറമ്പുണ്ട്, പൊന്നുണ്ട്, എല്ലാം ഉണ്ട്. ഒരു സാധനം മാത്രമല്ല. അന്തോണിയേട്ടൻ ഡോക്ടറെ അടുത്ത് വന്ന പോലെയാണ്. ഡോക്ടർ വന്നിരുന്നു, അന്തോണിയേട്ടൻ വന്നിരുന്നിട്ട്, പേരന്തോണി, അതെ, പറയൂ എന്താ അസുഖം? അപ്പൊ അന്തോണിയേട്ടൻ നോക്കിയിരുന്നു. പറയുടെ അസുഖം, പറയുടെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സുഖമില്ല. അതല്ല അസുഖം, കിഡ്നിക്ക് വല്ല അസുഖം ഉണ്ടോ? കിഡ്നിക്ക് കുഴപ്പമില്ല. പിന്നെ എന്നാ അസുഖം പറ. ഒരു സുഖമില്ല. അതല്ല അസുഖം പറയാതെ എനിക്ക് വല്ല തണ്ടൽ വേനയുണ്ടാ? ചുമ ഇല്ലില്ല, പനി ഇല്ല. എന്റെ അസുഖം എന്താണ് അന്തോണിയ? അല്ലാതെ എനിക്കൊരു സുഖമില്ല. അന്തോടെ കളിക്കാണ്ട് സൂക്കേട് പറയാൻ. എന്റെ സൂക്കേടാണ് ഈ പറയണേ. എന്ത് ഒരു സുഖമില്ല? ഡോക്ടറെ ബെല്ലടിച്ചിട്ട് പറയും, ഇത് മറ്റേ ആശുപത്രിയിലേക്ക് കൊണ്ടുകൊള്ളാൻ പറയും. പ്രിയമുള്ളവരെ, കിഡ്നിക്ക് അസുഖം വന്നാൽ കിഡ്നി മാറ്റി വയ്ക്കാം. ക്യാൻസർ വന്നാൽ കീമോതെറാപ്പി ചെയ്യാം. അന്തോണിട്ടുണ്ട് അസുഖം വന്നാലോ വല്ല മരുന്നുണ്ടാ? അന്തോണിട്ടുണ്ട് അസുഖം എന്തുട്ടാ എന്ന് പറഞ്ഞോ? അന്തോണിട്ടുണ്ട് അസുഖം എന്തുട്ടാന്ന്? ഒരു സുഖമില്ലെന്ന്. എന്ത് ഒരു സുഖമില്ല? മാതാപിതാക്കളെ എത്രയും കഷ്ടപ്പെട്ട് ഈ ലോകത്തിലെ 10, 50, 60, 70 വയസ്സ് വരെ ജീവിച്ചിട്ട് നിങ്ങൾക്ക് അവസാനത്തിൽ സുഖമില്ലെങ്കിൽ പിന്നെ എന്തൂട്ടായി കാട്ടിക്കൂട്ടിയത്? കുരിശമ കർത്താവ് കിടക്കണ കണ്ട എത്ര സുഖമായിട്ട്. ലോകം മുഴുവൻ സുഖം പകരാനായി അങ്ങനെ ജീവിക്കണം മാതാപിതാക്കളെ. അങ്ങനെ ജീവിക്കണം. യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കണം. സുഖം ഉണ്ടാവണമെങ്കില് മദർ തെരേസയ്ക്ക് നല്ല സുഖമായിരുന്നു. കാരണം എന്തെന്നറിയ? യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ തയ്യാറായാൽ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ പിന്നാലെ നീ വരണം. അതുകൊണ്ട് സഹോദരങ്ങളെ, പലപ്പോഴും മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ പരാജയമായി തീരുകയാണ്. സങ്കടങ്ങൾ വരുത്തി വെക്കുന്നത് ആരാധ അച്ഛൻ പറഞ്ഞത് ആദഹവയുടെ കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ച് എന്തിനാന്ന് വെച്ചാല്, ആദഹവയുടെ സന്തോഷം നഷ്ടപ്പെട്ടത് തമ്പുരാനല്ലട്ടാ. ആദഹവയുടെ സന്തോഷം നഷ്ടപ്പെടുത്തിയത് ആരാണ് പ്രിയമുള്ളവരെ? പ്രഭാഷകന്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ പറയുന്നു, അവിടുന്ന് മനുഷ്യനെ 6-ാമത്തെ വചനം, അവിടുന്ന് മനുഷ്യനെ നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി. ഇതൊക്കെ ദൈവം കൊടുത്തട്ടാ, മനുഷ്യന്റെ നല്ലത്. ദൈവം മനുഷ്യനെ നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി. അവിടുന്ന് അറിവും വിവേകവും കൊണ്ട് അവനെ നിറച്ചു. അടുത്ത് കേൾക്കണട്ടാ, തിന്മയും നന്മയും അവർക്ക് കാണിച്ചു കൊടുത്തു. എന്താ പറയുന്നത് പ്രിയമുള്ളവരെ? നിനക്ക് ഇഷ്ടമുള്ളത് നിനക്കെടുക്കാം. നന്മയും തിന്മയും നിന്റെ മുമ്പിലുണ്ട്. തീയും വെള്ളവും നിന്റെ മുമ്പിലുണ്ട്. ഇഷ്ടമുള്ളത് നിനക്കെടുക്കാം. ഇത്രമാത്രം സ്വാതന്ത്ര്യം തരുന്ന തമ്പുരാൻ. സത്യല്ലേ പ്രിയമുള്ളവരെ? തമ്പുരാൻ നമുക്ക് തന്നതെന്താ? എല്ലാ അറിവും നൽകി. ഇത് നന്മ, ഇത് തിന്മ, ഇത് വെള്ളം, ഇത് തീയെ. ഇഷ്ടമുള്ളത് എടുക്കാം. എന്ത് എടുക്കണമെന്ന് നീ തീരുമാനിക്കും. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.